വെൽക്കം ടു എജ്യൂപോഡ്. നമ്മുടെ ക്രിസ്മസ് എക്സാം ട്രാക്കിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്നാ മിസ് വിചാരിക്കുന്നത്. പലരും എന്താണ് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അയ്യോ ഒരുപാട് പഠിക്കാനുണ്ടല്ലോ, പഠിച്ച് തുടങ്ങിയിട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവരായിരിക്കും മെജോറിറ്റി പേരും. അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ, എക്സാം ട്രാക്കിൽ എത്തിയിട്ടുണ്ട്. ഇനി നിന്ന് ഉഴപ്പാൻ നിൽക്കണ്ട, പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കോ കേട്ടോ. എക്സാം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെജോറിറ്റി പേർക്കും ഉള്ള ഒരു ഡൗട്ട് മിസ് ക്ലിയർ ചെയ്ത് തരാം. ഓണം എക്സാം കഴിഞ്ഞു, ഒരുപാട് സമയം ഇങ്ങനെ വെറുതെ കളിച്ച് നടന്നു, ചിരിച്ചു നടന്നു. ക്രിസ്മസ് എക്സാം ആയിട്ടുണ്ട്, ഇങ്ങ് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും എത്ര ചാപ്റ്റേഴ്സ് പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് എക്സാമിന് വരുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. മിസ്സിന് അറിയാം, അതൊന്നും വിഷയമല്ല. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എത്ര ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കോ. മിസ് അത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ക്രിസ്മസ് എക്സാമിന് ഹിന്ദിയിൽ നിങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് നന്നാക്കി പഠിച്ചിരിക്കണം. റെഡി? നമ്മൾ ഓൺ എക്സാമിന് ഫസ്റ്റിലെ 2 യൂണിറ്റാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം, ഫസ്റ്റിലെ 2 യൂണിറ്റ് നമ്മൾ പഠിച്ചു. അതിന്റെ ഡബിൾ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്നത്. നോക്കിയേ, ഫസ്റ്റിലെ 2 യൂണിറ്റ് നമ്മൾ എന്താണ് ഓണം എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. 3-ാമത്തെയും 4-ാമത്തെയും യൂണിറ്റ് ആണ് മക്കളെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത്. 3-ാമത്തെ യൂണിറ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ജബ് ഹം ധീരെ ചൽത്തെ ഹേ ആദ്യത്തെ ചാപ്റ്റർ ആണ്. അടുത്തത് ബൈസിക്കിൾ തീവ്സ് ആയിരുന്നു. 3-ാമത്തത് മേരി മാം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. 4-ാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോഴോ, 3-ാമത്തെ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ് ആയിരുന്നു. 4-ാമത്തെ യൂണിറ്റിൽ 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഏതൊക്കെയാണ്? സായാനി ബുവ എന്നൊരു ചാപ്റ്ററും ചൗക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ റെഡി ആണല്ലോ. 4 യൂണിറ്റുകളാണ് നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, മിസ്സേ ഓണം എക്സാമിന് വന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇനി ക്രിസ്മസ് എക്സാമിന് വരുമോ, അത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മിസ് പറഞ്ഞുതരാം. ഓണം എക്സാമിന് വന്ന ചാപ്റ്റേഴ്സിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ വരും. പക്ഷെ അത് എങ്ങനെയായിരിക്കും? 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് വരികയുള്ളൂ. അത്ര മാത്രം നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. നിങ്ങൾ ഏറ്റവും നന്നാക്കി മനസ്സിലാക്കി സ്ട്രോങ് ആയിട്ട് പഠിക്കേണ്ടത് ഏതാണ്? 3-ാമത്തെയും 4-ാമത്തെയും യൂണിറ്റ് ആണ് നന്നാക്കി പഠിച്ചിരിക്കേണ്ടത്. റെഡി? ആ കാര്യത്തിൽ അതിന് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. വേറൊരു കാര്യം ഇവിടെ മിസ് പറയാം. 4-ാമത്തെ യൂണിറ്റിൽ ലാസ്റ്റത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്, ചൗക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ്. ആ കവിത നിങ്ങൾ പഠിച്ചു വെച്ചോ, പക്ഷേ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമോ ഇല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചാൻസ് ഉണ്ട്, വരാതിരിക്കാനും വരാനും ചാൻസ് ഉണ്ട്. നിങ്ങളുടെ സ്കൂളിലൊക്കെ ആ ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടോ? എന്താണ് എക്സാമിന് വരും എന്നാണോ പറഞ്ഞിരിക്കുന്നത് ചൗക്ക് എന്ന കവിത? അതൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ഓൾറെഡി നിങ്ങൾക്ക് സ്കൂളിലൊക്കെ ചാപ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് വെച്ചോ. പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ചിലപ്പം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ എങ്ങാനും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് എഴുതാണ്ടിരിക്കാൻ പറ്റണ്ടല്ലോ. എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. അപ്പോൾ ടോട്ടൽ 4 യൂണിറ്റുകളാണ്. വെറും 2 യൂണിറ്റ് മാത്രമാണ് ഓണം എക്സാമിന് പഠിക്കാനുണ്ടായിരുന്നേ. അടുത്ത 2 യൂണിറ്റ് കൂടെ മക്കളെ ക്രിസ്മസ് എക്സാമിന് ആയിട്ടുണ്ട്. 10-ാം തീയതി 11-ാം തീയതി നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും, ഡിസംബർ. അപ്പോൾ ഇനി കുറച്ച് ടൈം, ജസ്റ്റ് വിരലിലെണ്ണാൻ പറ്റുന്ന ദിവസങ്ങൾ മാത്രമേ നിങ്ങളുടെ ഫ്രണ്ടിലുള്ളൂ. പഠിക്കണം എന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ ഞാൻ പഠിക്കും എന്നുള്ള ഒരു ഉറച്ച മൈൻഡോട് കൂടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. സമയമില്ല കേട്ടോ. റെഡി അല്ലേ? ഓണം എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് 2 യൂണിറ്റ് ആയിരുന്നു. ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഇനി പഠിക്കേണ്ടത് 4 യൂണിറ്റ് ആണ്. സെറ്റ് ആണല്ലോ? ആ കാര്യത്തിൽ ഇനി കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. റെഡി? അപ്പൊ എല്ലാവരും നന്നാക്കി പഠിക്കാൻ തുടങ്ങിയോ മക്കളെ? യെസ്.